വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്തേ. ആദ്യമേ തന്നെ തിരുത്തിക്കോട്ടെ, ഞാൻ അനുഗ്രഹ പ്രഭാഷണമല്ല, 2 വാക്ക് അമ്മമാരുമായിട്ട് 2 വാക്ക് അതേ ഉള്ളൂ. വളരെയധികം സന്തോഷമുണ്ട് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഇത്രയധികം ആളെ കണ്ടതിൽ. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ ഇത്രയും നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനം. ഹിന്ദു ഏകത ഒരു സംഘടനയിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രാങ്കണത്തിലോ മാത്രം കാണുന്ന ഒരു സംഭവമല്ല എന്ന് നാം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ശക്തി എന്നാൽ ആ സമൂഹത്തിൻ്റെ സമ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയിലോ അല്ല ഒരു സമൂഹത്തിൻ്റെ ഒരു ഏകതയോ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ ശക്തി നിലകൊള്ളുന്നത് അതിൻ്റെ സംസ്കാരത്തിലാണ്. ഇനി ആ സംസ്കാരത്തിൻ്റെ ശക്തി നിലകൊള്ളുന്നത് എവിടെയാണ്? ഒരു സംസ്കാരത്തിൻ്റെ ശക്തി മറ്റെങ്ങുമല്ല, കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ ശക്തി എവിടെയാണ് നിലകൊള്ളുന്നത്? ആ കുടുംബത്തിൻ്റെ സ്ത്രീയിലാണ്, കുടുംബനാഥയുടെയിലാണ്. അതിൻ്റെ ഒരു സ്ത്രീയിലാണ് ഒരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, മാതൃദേവോ ഭവ എന്നാണ് പറയുക. മാതൃദേവോ ഭവ, അമ്മയെ ദൈവമായി ആദരിക്കുന്ന സംസ്കാരമാണ് സ്വാമിജി പറഞ്ഞതുപോലെ ആർഷഭാരത സംസ്കാരം. അത് ഋഗ്വേദത്തിലും പറയുന്നുണ്ട്, യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന്. സ്ത്രീയെ എവിടെയാണോ പൂജിക്കുന്നത് അവിടെ ഈശ്വരൻ വിളങ്ങുന്നു എന്നാണ്. സ്ത്രീയെ പൂജിക്കപ്പെടുന്ന ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം. അത് നമുക്ക് ഏവർക്കും അറിയാം. സ്ത്രീയുടെ ഏകതയുടെ അല്ലെങ്കിൽ സ്ത്രീ ഏകീകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിലേക്ക് ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാര പൈതൃകം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ഏകീകരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. 4 യുഗത്തിലൂടെ നമുക്കത് പറയാം. സത്യയുഗം, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാലഘട്ടമാണ് സത്യയുഗം. അഹല്യയും ഗാർഗിയും മൈത്രേയിയും ജീവിച്ചിരുന്ന കാലഘട്ടം. നമുക്കറിയാം, ഗാർഗി ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം വളരെ വലിയൊരു തത്വചിന്തകയായിരുന്നു. യാജ്ഞവൽക്യ മുനിയോട് ബ്രഹ്മത്തെക്കുറിച്ച് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് യാജ്ഞവൽക്യ മുനിയെ പോലും വളരെ ഒരു പ്രോബ്ലത്തിലേക്ക് ഇട്ടിട്ടുള്ള ആളാണ് ഗാർഗി. വേദപണ്ഡിതയായിരുന്നു. മൈത്രേയിലേക്ക് വരികയാണെങ്കിൽ യാജ്ഞവൽക്യ മുനിയുടെ ഭാര്യമാരിൽ ഒരാളാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്വാമിജി പൊറുക്കുക, തിരുത്തുക. മൈത്രേയി യാജ്ഞവൽക്യ മുനിയുടെ ഭാര്യമാരിൽ ഒരാളായിരുന്നു. യാജ്ഞവൽക്യ മുനി സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് തൻ്റെ സ്വത്ത് വീതം ചെയ്ത് മറ്റ് എല്ലാ ഭാര്യമാർക്ക് വീതം ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് മൈത്രേയി ചോദിക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയ ധർമ്മം, എനിക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ട് എനിക്ക് അമരത്വം ലഭിക്കുമോ എന്ന്. അത്രയധികം ആത്മീയതയെക്കുറിച്ച് വളരെയധികം ബോധമുള്ള ഒരു പണ്ഡിതയായിരുന്നു മൈത്രേയി. അടുത്ത യുഗത്തിലേക്ക്, ത്രേതായുഗത്തിലേക്ക് വരികയാണെങ്കിൽ, ത്രേതായുഗം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും കടമയുടെയും കാലഘട്ടമാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കാലഘട്ടമാണ്. കൗസല്യ, കൈകേയി, സുമിത്ര എന്ന അമ്മമാരുടെ കാലഘട്ടമാണ്. സീതാദേവിയുടെ കാലഘട്ടമാണ്. അവരിലൂടെ എല്ലാം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരാമചന്ദ്രനെ അങ്ങനെ ഒരു അവതാര പുരുഷനായി വാർത്തെടുക്കുന്നതിൽ ഈ അമ്മമാരുടെ പങ്ക് ചെറുതൊന്നുമല്ല. നമുക്കറിയാം, വനവാസകാലത്ത് ലക്ഷ്മണൻ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം വളരെയധികം അതിനെക്കുറിച്ച് അറിയാവുന്നവരാണെന്നറിയാം. എന്നിരുന്നാലും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, വനവാസകാലത്ത് വനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുമിത്രാദേവി മകന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഒരു വലിയ കൗൺസിലിംഗ് ആണ്, ഏറ്റവും ബെസ്റ്റ് കൗൺസിലിംഗ്
എന്ന് വേണമെങ്കിൽ പറയാം. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം എന്ന് മകന് ഉപദേശം നൽകുന്ന ഒരമ്മയെ എവിടെ കിട്ടും നമുക്ക്? അനുജനോട് പറയുകയാണ്, നിന്റെ ജ്യേഷ്ഠനെ അച്ഛനായി കാണണമെന്നും അയോധ്യയാകുന്ന രാജ്യമായി നീ കാനനത്തെ കാണണമെന്ന്. ഇത്രയും നല്ലൊരു കൗൺസിലിംഗ് വേറെ ഏതെങ്കിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ നമുക്ക് കിട്ടുകയില്ല. അത്രയും നല്ലൊരു ഉപദേശമാണ് സുമിത്ര എന്ന അമ്മ ലക്ഷ്മണന് നൽകുന്നത്. അതുപോലെ തന്നെ സീതാദേവിയെ നോക്കുകയാണെങ്കിൽ ഒത്രയോ കഷ്ടപ്പാടുകൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും അശോകവനിയിലെ ഒക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ സീതാദേവിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ വേഗം എന്തെങ്കിലുമൊക്കെ ചാടി പറഞ്ഞ് നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും തീർക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ വളരെ ക്ഷമയോടുകൂടി, ആത്മധൈര്യം കൈവിടാതെ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന ആളാണ് സീതാദേവി. അത് പല കാലഘട്ടത്തിലും ആ ഒരു ത്രേതായുഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദ്വാപരയുഗത്തിലേക്ക് വരികയാണെങ്കിൽ കുന്തി, ഗാന്ധാരി, ദ്രൗപദി, കൗരവസഭയിൽ അപമാനിക്കപ്പെട്ട പാഞ്ചാലി, അധർമ്മത്തിനെതിരെ കൈ ചൂണ്ടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെയും അധർമ്മത്തിനെതിരെ ചോദ്യം ചെയ്യുന്ന സ്ത്രീയായിട്ട് ദ്രൗപദിയെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഹൈന്ദവ സംസ്കാരത്തിന് എങ്ങനെ വേണമെന്ന് നമുക്ക് ഉദാഹരണങ്ങൾ നൽകിയ ധാരാളം സ്ത്രീരത്നങ്ങളെ നമുക്ക് ഈ എല്ലാ യുഗങ്ങളിലും കാണാൻ സാധിക്കും. കലിയുഗത്തിൽ നമുക്ക് കലിയുഗത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. 1856 വരെ 1857 വരെ ഏകദേശം 331 വർഷം 1526 മുതൽ 1857 വരെ മുഗളന്മാർ ഭരിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ച സംസ്കാരമാണ് ഭാരത സംസ്കാരം. അവര് 1856 ബാബറിന്റെ ആക്രമണത്തോടുകൂടി, പാനിപ്പത്ത് യുദ്ധത്തോടുകൂടിയാണ് മുഗൾ സാമ്രാജ്യം ഭാരതത്തിൽ നിലവിൽ വരുന്നത്. അന്നു മുതൽ പിന്നീട് ഔറംഗസീബിന്റെ മരണശേഷം, ബഹാദുർ ഷായുടെ മരണശേഷം വരെ നീണ്ടുനിന്നു മുഗൾ സാമ്രാജ്യം. 331 വർഷമാണ് ഭാരതത്തിനെ മുഗളന്മാർ ഭരിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 1825 മുതൽ 1890 വരെ ജീവിച്ചിരുന്ന അഹല്യാബായി ഹോൾക്കർ എന്ന ധീരവനിതയെ നമുക്ക് ഏവർക്കും അറിയാം. കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെയും തെക്കു നിന്ന് വടക്കു വരെയുമുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണം നടത്തിയ ധീരവനിതയാണ് അഹല്യാബായി ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഭർത്താവിന്റെ മരണശേഷം തൻ്റെ മരുമകളെ രാജ്യമേൽപ്പിച്ച് തൻ്റെ രാഷ്ട്രത്തിന്റെ ചെങ്കോല് മരുമകളായ അഹല്യാബായി ഹോൾക്കറെ ഏൽപ്പിക്കുകയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, വൈധവ്യമായി കഴിഞ്ഞാൽ ഒന്നുകിൽ സതി സമ്പ്രദായം അനുചരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ ഒരു മൂലയിലേക്ക് മാറപ്പെടേണ്ട ആ കാലഘട്ടത്തിലാണ് അഹല്യാബായി ഹോൾക്കർ എന്ന ചക്രവർത്തിനി ലോകത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സംസ്കാരത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത്. കാശിനാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, ഉജ്ജയിനി, രാമേശ്വരം, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം നടത്തിയത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. അഹല്യാബായി ഹോൾക്കർ എന്ന ഒരമ്മയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുംഭമേളയിൽ, പ്രയാഗിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് കാശിനാഥ ക്ഷേത്രം തൊഴുവാനും എനിക്ക് പറ്റി. അന്ന് കാശിനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. പുറംതിരിഞ്ഞിരിക്കുന്ന നന്ദികേശനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്ന് ഈ ക്ഷേത്രം നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ആ ക്ഷേത്രവും നമ്മുടെ കയ്യിൽ നിന്നും പോയേനെ. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്ര പുനരുദ്ധാരണങ്ങൾ നടത്തിയ വനിതയാണ് അഹല്യാബായി ഹോൾക്കർ. അതേ കാലഘട്ടത്തിൽ നമ്മുടെ തൊട്ട് അടുത്തുള്ള തമിഴ്നാട്ടില് ശിവഗംഗ എന്ന സാമ്രാജ്യത്തിന്റെ അധിപൻ 1830 വേലു നച്ചിയാർ എന്നൊരു ചക്രവർത്തിനി, ശിവഗംഗ എന്ന സാമ്രാജ്യം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്, അവിടെ ജീവിച്ചിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാരാണ് ആ രാജ്യത്തെ ആക്രമിച്ചത്, അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആ ശിവഗംഗ
ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും സഹായത്തോടുകൂടി സൈനിക ശക്തി ആർജിച്ച് തൻ്റെ സ്വന്തം രാഷ്ട്രമായ ശിവഗംഗയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സൈനിക ശക്തിയെ മുന്നോട്ട് നയിച്ച് തൻ്റെ ശിവഗംഗ ശക്തമായി തിരിച്ചു പിടിച്ച ധീര വനിതയാണ് വേലു നച്ചിയാർ. എത്ര പേർക്കറിയാം വേലു നച്ചിയാരെ? കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ കുട്ടികളുമായിട്ട് സംവദിക്കുവാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അന്ന് ഞാൻ ഈ വേലു നച്ചിയാരെ കുറിച്ചും അഹല്യാബായി ഹോൾക്കറെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ എന്നോട് പറഞ്ഞത്, മാഡം ഞങ്ങൾ ഈ പേരുകളൊന്നും ഞങ്ങളുടെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ നമ്മൾ ഔട്ട് ഓഫ് സിലബസ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സിലബസിൽ അനുവദിക്കാത്ത കാര്യങ്ങളും നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ അധ്യാപകരും ഉണ്ടെങ്കിൽ അവരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തൊരു മേമ്പൊടിയായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, എന്നാലേ കുട്ടികൾ അറിയൂ. വേലു നച്ചിയാരുടെ സൈനിക ശക്തിയിൽ ഉണ്ടായിരുന്ന അവരുടെ ഏറ്റവും പ്രിയ സൈനികയുണ്ടായിരുന്നു, കുയിലി എന്നായിരുന്നു അവരുടെ പേര്. കുയിലി ചെയ്തത് എന്താണെന്നറിയുമോ? ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരയിൽ കടന്ന് ആയുധപ്പുരയ്ക്ക് തീ കൊളുത്തി സ്വയം ആത്മാഹൂതി ചെയ്ത സൈനികയാണ് കുയിലി. എത്ര പേർക്കറിയാം കുയിലിയെ? രാഷ്ട്ര സംസ്കാര ഏകീകരണത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. നമ്മുടെ രാഷ്ട്രം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെന്ന് ചിന്തിച്ച, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ധീര വനിതയാണ് കുയിലി. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതിനുശേഷമാണ് റാണി ലക്ഷ്മിഭായി വരുന്നത്. അപ്പൊ റാണി ലക്ഷ്മിഭായിയും സ്വന്തം രാഷ്ട്രം, ഝാൻസി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവൻ വളരെ ചെറുപ്പത്തിൽ ബലിയർപ്പിച്ച ധീര വനിതയാണ് റാണി ലക്ഷ്മിഭായി. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ. നമ്മുടെ ഹിന്ദു ഏകീകരണത്തിന്, ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം നമ്മുടെ സംസ്കാരം സനാതന സംസ്കാരമാണ്. അതൊരു സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിത ശൈലിയാണ്. ഒരു മതമോ വർഗമോ അങ്ങനൊന്നുമല്ല നമ്മൾ ആചരിക്കുന്നത്. ഇതൊരു ജീവിത ശൈലിയാണ്. ആ ശൈലിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകൾ എല്ലാവരും അവരുടെ ജീവൻ ബലിയർപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ ജീവിച്ചിരിക്കുന്ന നാം ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയിട്ട്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം മാഘമഹോത്സവം 200 വർഷങ്ങൾക്ക് ശേഷം, 271 വർഷങ്ങൾക്ക് ശേഷം മാഘമഹോത്സവം മാമാങ്കമായി നമ്മുടെ തിരുനാവായില മലപ്പുറത്ത് നടന്നത് നാം എല്ലാവരും കണ്ടതാണ്. ആരും പ്രതീക്ഷിക്കാത്തത്ര 20 ലക്ഷത്തോളം ആളുകൾ വന്ന് പങ്കെടുത്ത മാഘമഹോത്സവം അതൊരു തുടക്കമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ പുനർജീവനത്തിൻ്റെ തുടക്കമാണ്. ഞാനിപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിക്കുകയായിരുന്നു, 1982 സ്വർഗീയ പി പരമേശ്വർജി തുടങ്ങി വച്ച രാമായണ പാരായണം. ഇന്ന് രാമായണം കർക്കടക മാസത്തിൽ വായിക്കാത്ത ഒരു മലയാളിയോ ഒരു ഹിന്ദു കുടുംബമോ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അന്ന് അദ്ദേഹം തുടങ്ങി, ഏകദേശം 35 വർഷമാവുകയാണ് രാമായണ പാരായണം തുടങ്ങിയിട്ട്. അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ചെറിയ അന്ന് വിശാല ഹിന്ദു സമ്മേളനത്തിനാണ് അതിന് ആഹ്വാനം നൽകിയത്. അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ വർഷവും ആളുകൾ കൂടുതൽ വായിക്കുകയാണ്, രാമായണത്തിന് പ്രചാരം കൂടുകയാണ്. അതുപോലെ തന്നെ സംഘം തുടങ്ങി വെച്ച MA സാർ എന്ന വലിയ മനുഷ്യൻ്റെ മനസ്സിൽ കണ്ട ബാലഗോകുലവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുമൊക്കെ നാം കാണുന്നതാണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ വരെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം. ആരിലൂടെയാണെങ്കിലും ഏത് പാർട്ടിയിലൂടെയാണെങ്കിലും ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരൊക്കെ ശ്രമിക്കുന്നതെല്ലാം ശ്ലാഘനീയമാണ്. സംഘം ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ഭാരത സംസ്കാരത്തിൻ്റെ പുനർജീവനമാണ് സംഘം ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വീണ്ടും വീണ്ടും വരണം. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് കുടുംബങ്ങളിൽ. ഫാമിലി എല്ലാം ന്യൂക്ലിയർ ഫാമിലിയായി മാറുകയാണ്. 1-2 പേര്. കുട്ടികളെല്ലാം ഇന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാനഡ, ഓസ്ട്രേലിയ, USA അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലോടുമൊക്കെ അങ്ങനെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. മാതാപിതാക്കളെല്ലാം വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ഹിന്ദു ഏകീകരണം, ഒരമ്മ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
നമ്മൾ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകണം. ഇപ്പം നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ശരിക്കും മാമാങ്കമൊക്കെ നടന്നപ്പോഴത്തേക്ക് പലരും നമ്മളെ പല രീതിയിലും അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാനും പല കുപ്രസിദ്ധി അതിന് കൊടുക്കുവാനും ഒക്കെ പലരും ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം നമ്മളൊരു ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ. അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ഒരു പക്ഷേ നമ്മൾ കുറേ പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങളിലേക്ക് എനിക്കറിയാം, ഇപ്പം നമ്മുടെ കുഞ്ഞു മക്കളൊന്നും ഒരു പക്ഷേ നമ്മളോടൊപ്പം ആയിരിക്കില്ല താമസിക്കുന്നത്. അതിനാണ് നമ്മുടെ കയ്യിൽ മൊബൈലുള്ളത്, അതിനാണ് നമുക്ക് വീഡിയോ കോൾ ഉള്ളത്. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരം പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പുല്ലിൻ്റെ വളരുന്നതാണെങ്കിലും ഒരു പൂ വിരിയുന്നതാണെങ്കിലും ഒരു കിളിക്കൊഞ്ചലാണെങ്കിലും ഒരു കഥയായിട്ടാണെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെ പിറവിയാണത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കുക. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ, മറ്റൊരു നാട്ടിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ സംസ്കാരം എന്തെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയിക്കുക. കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ ആവാം. അതിനുശേഷം നമ്മൾ അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട്, ഇപ്പോൾ രാമായണ മാസാചരണം പോലെ നാരായണീയ ക്ലാസ്സുകൾ അതൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. ഇതൊക്കെ നമ്മുടെ ഏകീകരണത്തിന് അല്ലെങ്കിൽ ഹൈന്ദവ ഐക്യത്തിന് ഊർജം നൽകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. തിരുവാതിര ഗ്രൂപ്പായിട്ടാണെങ്കിലും ഇവിടെ തിരുവാതിര വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നത് കണ്ടു. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ടീമായിട്ടാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും സമൂഹത്തിനെ നമ്മുടെ ഐക്യം എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നും പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പം ഫെബ്രുവരി 14 എന്ന ദിവസം എന്താണ് എന്ന് ചോദിച്ചാൽ ആരും ആദ്യം പറയുന്നത് എന്താ? ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എന്നാൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച 40 സൈനികർ, 40 CRPF ജവാന്മാർ 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിൽ കോൺവോയിൽ പോകുമ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ബോംബാക്രമണത്തിൽ 40 ധീര സൈനികരാണ് അവരുടെ ജീവൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിച്ചത്. ഇനി മുതൽ, ഈ വർഷം മുതൽ നമ്മൾ അത് ആചരിക്കുന്ന ബ്ലാക്ക് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ രാഷ്ട്ര സമർപ്പണ ദിനമായിട്ട് ഇനി അതിനെ കാണണം. കാരണം നമുക്ക് വാലന്റൈൻസ് ഡേയെക്കാട്ടിലും പ്രധാനം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുനർജീവനമാണ്. അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹം ഏതൊരു കുഞ്ഞിലും ഉണ്ടാവണം. ദേശീയ ഗാനത്തിനെ ആദരിക്കാനും വന്ദേ മാതരത്തിനെ ആദരിക്കാനും ദേശീയ ഗാനം പാടാനുമുള്ള മനസ്സ് എല്ലാ കുഞ്ഞുങ്ങളിലും എത്തണം. ആ ഒരു രാഷ്ട്രസ്നേഹം കുഞ്ഞുങ്ങളിൽ എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് പുൽവാമ ദിനം എന്നത് രാഷ്ട്ര സമർപ്പണ ദിനമായിട്ടാണ് ഇനി മുതൽ നാം കാണേണ്ടത്. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന് പ്രയോജനകരമായതെന്തോ, രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിന് പ്രയോജനകരമായതെന്തോ അതിനെയെല്ലാം നിലനിർത്തി പോകുവാൻ അമ്മമാരായ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും വാർത്തെടുക്കുവാൻ ഉതകുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, അമ്മമാരാണ്. അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതൊരു മുദ്രാവാക്യമല്ല, രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യം എന്നതൊരു മുദ്രാവാക്യമല്ല, അത് നമ്മുടെ ഒരു ജീവിതചര്യയാണ്. ആ ജീവിതചര്യയിലേക്ക് നടക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് സംഘത്തിനോടൊപ്പമാണെങ്കിലും മറ്റുള്ളവരോടൊപ്പമാണെങ്കിലും എപ്പോഴും ഹിന്ദു ഐക്യം മനസ്സിലുണ്ടാവണം. അങ്ങനെ ഉണ്ടാവാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്തേ, വന്ദേ ഭാരതമാതരം.